ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുലമായ നാമത്തിൽ നിങ്ങൾക്കേവർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 3-ാമത്തെ വാക്യം, അതിൻ്റെ അവസാന ഭാഗം, യേശു പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. ഒരു കൊച്ചു വാക്യമാണത്. അങ്ങനെ യേശു പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചു. യേശു പടകിൽ ഇരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. എന്നാൽ അതിനു മുമ്പ് അങ്ങനെ എന്ന ഒരു വാക്യമുണ്ട്. എന്തുകൊണ്ടായിരിക്കും അത്? വെറുതെ യേശു പടകിലിരുന്ന് പുരുഷാരത്തോട് സംസാരിക്കുകയില്ല. ആ പടക് യേശുവിന് വേണ്ടി വിട്ടുകൊടുത്താലേ പറ്റുകയുള്ളൂ. ശീമോൻ പത്രോസ് മീൻ പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷെ മീനൊന്നും കിട്ടിയില്ല. വല കഴുകുകയായിരുന്നു. യേശു ഗെന്നസരത്ത് തടാകത്തിൻ്റെ കരയിൽ നിൽക്കുകയായിരുന്നു. യേശു വന്നപ്പോൾ വലിയൊരു കൂട്ടം പുരുഷാരം യേശുവിൻ്റെ വചനം കേൾക്കാൻ തിക്കിത്തിരക്കിക്കൊണ്ടുവന്നു. വലിയൊരു കൂട്ടം പുരുഷാരം. എന്നാൽ ആ പുരുഷാരം മുഴുവനിലേക്കല്ല യേശുവിൻ്റെ കണ്ണുപോയത്. അങ്ങകലെ മാറി ഒരു പൊടിച്ചിമിയും പോലും കിട്ടാതെ, ഒരുപക്ഷെ നിരാശപ്പെട്ട്, സങ്കടപ്പെട്ട്, ഭാരപ്പെട്ട്, ഇന്നത്തെ ഉപജീവനം എങ്ങനെ കഴിയുമെന്നോർത്ത് ഉള്ളിൽ സങ്കടവും മുഖത്ത് ഭാരവുമായി ഇരുന്ന 2 പടക്, ആ പടകിലുള്ള വ്യക്തികൾ, ആ വ്യക്തികളിലേക്ക് യേശുവിൻ്റെ കണ്ണ് ചെന്നു. അതേ പ്രിയ സഹോദരങ്ങളെ, ലോകത്തിൽ അനേകായിരം ജനങ്ങളുണ്ട്, കോടിക്കണക്കിന് ജനങ്ങൾ. 850 കോടി ജനങ്ങൾ, അതിൽ കൂടുതലുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. എന്നാൽ ആവശ്യക്കാരായി, അത്യാവശ്യക്കാരായി, നിരാശപ്പെട്ട്, ഭാരപ്പെട്ട്, പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാതെ, ഉള്ളുകരഞ്ഞ് പുറമേയും കരഞ്ഞ് ഇരിക്കുന്ന ഓരോ വ്യക്തികളിലേക്ക് നോക്കുന്നൊരു യേശുവുണ്ട്. മകനെ, ഈ സമയം നിന്റെ ഹൃദയത്തിലേക്ക് നോക്കുന്നൊരു യേശുവുണ്ട്. നിന്റെ വേദനകൾ അറിയുന്നൊരു യേശുവുണ്ട്. പ്രിയ മകളെ, നിന്റെ ഹൃദയത്തിലെ സങ്കടങ്ങളും നിന്റെ ഹൃദയത്തിലെ ആകുലങ്ങളും നിന്റെ നിരാശകളും എല്ലാം അറിയുന്ന ഒരു യേശുവുണ്ട്. യേശു നിന്നെ നോക്കുകയാണ്. യേശു നിന്നെ തന്നെ നോക്കുകയാണ്. നിന്റെ കണ്ണിലേക്ക് നോക്കുകയാണ്. നിന്റെ ഹൃദയത്തിലേക്ക് നോക്കുകയാണ്. നിന്റെ സങ്കടങ്ങളിലേക്ക് നോക്കുകയാണ്. മകളെ, നിന്റെ ആവശ്യങ്ങളിലേക്ക് നോക്കുകയാണ്. യേശു ഒന്ന് നോക്കിയാൽ മതി, പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടും. കർത്താവിന് സ്തോത്രം. 2 പടക് കരയ്ക്ക് അടുത്ത് നിൽക്കുന്നത് യേശു കണ്ടു. യേശു കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ചുമ്മാ കാണുന്നതല്ല, യേശു നോക്കിക്കണ്ടു. സ്തോത്രം. നമ്മുടെ യഥാർത്ഥ അവസ്ഥ യേശു നോക്കി കാണുന്നവനാണ്. പുറമേയുള്ള മനുഷ്യർക്ക് നമ്മുടെ വേദനകൾ മനസ്സിലാകുമോ? മനസ്സിലാകുകയില്ല. പരസ്പരം മനസ്സിലാകാൻ അത്ര എളുപ്പമല്ല. ഹൃദയവേദന മനസ്സിലാക്കാൻ ദൈവത്തിനെ കഴിയും. അതുകൊണ്ട് ഭൂമിയിലുള്ള മനുഷ്യരാരും എൻ്റെ വേദന അവർ കണ്ടില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ നിരാശപ്പെട്ട കാര്യമില്ല. കാരണം അവർക്ക് മനസ്സിലാകുകയില്ല. ഇനി സഭയിലുള്ള ദൈവദാസൻ, അദ്ദേഹം എൻ്റെ വേദന കണ്ടില്ല, നിങ്ങൾ പരിവഹിക്കേണ്ട. പാവം, അദ്ദേഹത്തിന് തന്നെ ധാരാളം വേദനകൾ, അദ്ദേഹത്തിന് തന്നെ ധാരാളം ആവശ്യങ്ങൾ, ആ ദൈവദാസന് തന്നെ 100 കണക്കിന് പ്രശ്നങ്ങൾ, സഭയുടെ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, മക്കളുടെ പ്രശ്നങ്ങൾ, ഭാര്യയുടെ പ്രശ്നങ്ങൾ, 100,000 പ്രശ്നങ്ങളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നു. അദ്ദേഹം കണ്ടില്ല എന്നല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. നിങ്ങളെ കാണുന്നൊരു യേശു ഉണ്ടെന്ന് നിങ്ങൾ ഉറച്ചുകൊള്ളണം. കർത്താവിന് സ്തോത്രം. ഒരു സഭയിൽ 100, 200, 500 പേരുള്ള ഒരു സഭയിലുള്ള എല്ലാവരുടെയും വേദന ഒരുപോലെ കാണാൻ ഒരു ദൈവദാസന് കഴിഞ്ഞെന്നിരിക്കുകയില്ല. പക്ഷേ ഇന്ന് ലോകത്തിലുള്ള 850 കോടി ജനങ്ങളുടെയും വേദന ഒരുപോലെ കാണാൻ കഴിയുള്ളവനാണ് യേശു. ആ യേശുവിലേക്ക് നിങ്ങൾ മുറുകെ പിടിക്കണം. യേശുവിനെ മുറുകെ പിടിക്കാത്തതുകൊണ്ടായി ദൈവദാസന്മാരുടെയൊക്കെ പരിഭവം വരുന്നത്. കർത്താവിന് സ്തോത്രം. പാവപ്പെട്ട ദൈവജനത്തേക്ക് വെറുതെ വിട്. നിങ്ങൾ യേശുവിനെ മുറുകെ പിടിക്കാൻ നോക്ക്. ആ ദൈവദാസൻ നോക്കിയില്ല, ചിരിച്ചില്ല, മിണ്ടിയില്ല, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, എന്നെ ഫോൺ ചെയ്തില്ല, ഇങ്ങനെ 100 പരാതികൾ വിട്ടിട്ട് 24 മണിക്കൂറും 365 ദിവസവും, ഹല്ലേലൂയ, അല്ല 366 ദിവസവും നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട്. നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ കാത് കൂർപ്പിച്ചിരിക്കുന്ന ഒരു യേശുവുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം
ആ യേശുവിങ്കിലേക്കായിരിക്കണം. അപ്പം പിന്നെ പരിഭവമില്ല, പരാതിയില്ല. പാവം ദേവദാസന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കും. എൻ്റെ കർത്താവേ, അനേകം പ്രശ്നങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും നിങ്ങൾക്കറിയാമോ പ്രിയരെ, അനേക ദൈവദാസന്മാർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്ക് ദൂത് കിട്ടുന്നു, പ്രവചന ശബ്ദങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു, കൃപാവരങ്ങൾ അവരിലൂടെ ഒഴുകി വരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന അവർക്ക് സുഖമാണെന്നാ? എല്ലാം തികഞ്ഞവർ, നല്ല സുഖമായിരിക്കും. അല്ലല്ല, മകനെ, നിനക്ക് വേണ്ടി ഒരു ദൈവദാസൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം വലിയ പോരാട്ടം നേരിടേണ്ടി വരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും മക്കളും അദ്ദേഹത്തിൻ്റെ സ്വത്തും അദ്ദേഹത്തിൻ്റെ വാഹനവും എല്ലാം പിശാചിൻ്റെ ടാർഗറ്റായിത്തീരുന്നു. പൈശാചിൻ്റെ പോരാട്ടം ആഞ്ഞടിക്കും. അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും കർത്താവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ചും യേശുവിൻ്റെ നാമത്തിൽ ബലപ്പെട്ടും അവർ കഴിയുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് എതിരായിട്ട് പരിഭവിക്കുകയല്ല, പരാതിപ്പെടുകയല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ വീഴാതെ, തളരാതെ, വാടാതെ അവരും അവരുടെ മക്കളും കർത്താവേ ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകാതെ കർത്താവ് പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കണം. ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ മിക്കവാറും ദിനംതോറും കുടുംബ പ്രാർത്ഥനയിലും പ്രാർത്ഥിക്കാറുണ്ട്. ലോകമെമ്പാടും യേശുക്രിസ്തുവിൻ്റെ വേല ചെയ്യുന്ന ദൈവമക്കൾക്ക് വേണ്ടി, യേശുക്രിസ്തുവിൻ്റെ വേല ചെയ്യുന്ന ദൈവമക്കളുടെ മക്കൾക്ക് വേണ്ടി, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി. എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അറിയാമോ? വലിയ പോരാട്ടത്തിൻ്റെ മധ്യത്തിലാണ് അവർ നിൽക്കുന്നത്. എന്താ ഈ പോരാട്ടം? ദുഷ്ടനായ പിശാചിനോടുള്ള പോരാട്ടം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിലെ ലോകാധിപതികളോടും സ്വർലോകത്തിലെ ദുഷ്ടാത്മസേനയോടും അത്രേ പോരാട്ടമുണ്ട്. അങ്ങനെ നിനക്ക് വേണ്ടി ഒരു ദൈവദാസൻ പ്രാർത്ഥിച്ചതിൻ്റെ ബന്ധനം കഴിയുമ്പോൾ നീ സ്തോത്രവും ആമീനൊക്കെ പറഞ്ഞു പോകും. പിന്നെ ആ ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടോ? പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ ബന്ധനം അഴിക്കുവാൻ, എന്നിലുള്ള പൈശാചിക ബാധകൾ മാറ്റുവാൻ കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ച് ദൈവദാസനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സ്തോത്രം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഞാൻ സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും ഞാൻ വായി തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കേണ്ടതിനും നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ട വചനത്തിൻ്റെ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ കർത്താവ് സ്വർഗത്തിലേക്ക് ആത്മാവിനെ കൊണ്ടുപോയി സ്വർഗീയ മർമ്മങ്ങൾ കാണിച്ചു കൊടുത്ത പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം ഈ വചനം സ്വർഗത്തിൽ നിന്ന് വരുമ്പോൾ ദുഷ്ടനായ പിശാച് അത് തടുക്കാൻ നോക്കും. ദൈവമക്കളുടെ പ്രാർത്ഥന ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ ദൈവദാസന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സഭയിലുള്ള ദൈവദാസൻ എഴുന്നേറ്റ് സ്റ്റേജിൽ നിൽക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ കുറ്റം കണ്ടുപിടിച്ച് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ചേഷ്ടകളോ അദ്ദേഹത്തിൻ്റെ വാക്കിൽ വന്ന തെറ്റുകളോ അദ്ദേഹത്തിൻ്റെ മനോഭാവങ്ങളോ അല്ലെങ്കിൽ അദ്ദേഹം അല്പം കർക്കശമായി പറഞ്ഞു എന്നുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യം അദ്ദേഹത്തിന് വന്ന വാക്കിൽ പിഴ കണ്ടുപിടിച്ച് നിങ്ങൾ അദ്ദേഹത്തെ വിധിക്കുകയല്ല വേണ്ടത്. കർത്താവേ, എഴുന്നേറ്റ് നിൽക്കുന്ന ദേവദാസനിലൂടെ, ആ മൺകൂടാരത്തിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒഴുകണമേ, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഒഴുകണമേ, അത് എന്നിലേക്ക് ഒഴുകണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അങ്ങനെയെങ്കിൽ കർത്താവ് ആ ദൈവദാസനിലൂടെ നിങ്ങളെ അനുഗ്രഹിക്കും, സഭയെ അനുഗ്രഹിക്കും. ഞാൻ പ്രത്യേകിച്ച് ഒന്നും മനസ്സിൽ വെച്ചുകൊണ്ടല്ല പറയുന്നത്, പെട്ടെന്ന് ദൈവാത്മാവ് തന്ന ഒരു ചിന്തയാണ് പറയുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, കർത്താവിന് സ്തോത്രം, ദൈവനാമം മഹത്വപ്പെടട്ടെ. നാം എന്താണ് ചിന്തിച്ചത്? ആ പടകിൽ യേശുവിൻ്റെ കണ്ണ് പതിച്ചു. യേശുവിൻ്റെ രണ്ട് കണ്ണുകൾ നമ്മുടെ കണ്ണുകളിലേക്ക് പതിയണം. നമ്മുടെ രണ്ട് കണ്ണുകളും യേശുവിൻ്റെ കണ്ണുകളും തമ്മിൽ ഉടക്കണം. ഉടക്കണമെന്ന് പറഞ്ഞത് ഉടക്കി പിരിയണ കാര്യം പോലെയുള്ള ഉടക്കല്ല, അത് തമ്മിൽ കാണണം. അപ്പോൾ ഒത്തിരി വാക്കുകളൊന്നും പറയാതെ ചില സങ്കടങ്ങൾ അങ്ങ് പകരപ്പെടും. നിങ്ങൾക്കറിയാമല്ലോ, ഏറ്റവും പ്രിയപ്പെട്ട നാം സ്നേഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ നാം സങ്കടത്തിലിരിക്കുകയാണെങ്കിൽ നാം പൊട്ടിക്കരഞ്ഞു പോകും, ഇല്ലേ? ഒരു മരണ വീട്ടിൽ ദുഃഖാർത്ഥരായിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ അടുക്കിലേക്ക് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വരുമ്പോൾ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്നത് നമുക്ക് കാണാൻ കഴിയും, ഇല്ലേ? കാണാറുണ്ട്. നാം പലപ്പോഴും കാണാറുണ്ട്. എന്തുകൊണ്ടാണ്? ആ സ്നേഹമുള്ളവരെ കാണുമ്പോൾ അത് ദുഃഖത്തിൻ്റെ കരച്ചിലല്ല, അവരെ കാണുമ്പോൾ ഒരു സമ്മിശ്ര വികാരം, അങ്ങ് കരഞ്ഞു പോവുകയാണ്, കുറേ ദുഃഖങ്ങൾ ഒഴുകിപ്പോവുകയാണ്. ഈ സ്നേഹനിധിയായ യേശുവിൻ്റെ പാദത്തിൽ ഇരുന്ന് നിങ്ങൾ കരയണം. നിരാശയുടെ കരച്ചിലല്ല,
സ്നേഹത്തിൻ്റെ കരച്ചിൽ. ഞാൻ ഇടയ്ക്ക് കരയാറുണ്ട്. എൻ്റെ നാഥൻ്റെ പാദം കെട്ടിപ്പിടിച്ച് കരയാറുണ്ട്. നടത്തിയ വിധങ്ങൾ ഓർത്ത് കരയാറുണ്ട്. ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും വലിയ ശരശയ്യ പോലെ എൻ്റെ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, അല്ല എപ്പോഴും എൻ്റെ നാഥൻ നടത്തിയ വഴികൾ ഓർക്കാറുണ്ട്. എൻ്റെ കർത്താവ് എന്നെ കരങ്ങൾ വഹിച്ചത് ഓർക്കാറുണ്ട്. അതെല്ലാം ഓർക്കുമ്പോൾ എൻ്റെ കണ്ണുകളേറെ നടിയും. നിസ്സാരനായ എന്നെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും മാർഗമില്ലാതെ ഒരു പട്ടിണിപ്പാവുമായി ശാപം പിടിച്ച ഒരു കുടുംബത്തിൽ ജനിച്ച് വളർന്ന് 15-ാമത്തെ വയസ്സിൽ ഒരു പാൻസും ഷർട്ടും ഇടാനില്ലാതെ കൂലിവേലയെടുത്ത് അങ്ങനെയെല്ലാം ജീവിച്ച എന്നെ 19-ാമത്തെ വയസ്സിൽ മാനസാന്തരത്തിലേക്ക് നയിച്ച് ആ മാനസാന്തരത്തിന് ശേഷം അനുഗ്രഹകരമായ ഔദ്യോഗിക ജീവിതവും കുടുംബജീവിതവും ദൈവ വേലയും ശുശ്രൂഷയെല്ലാം തന്ന്, ഹൃദയം നിറയെ സമാധാനം തന്ന്, ജീവിതത്തിൽ സംതൃപ്തി തന്ന്, സ്വർഗതുല്യമായൊരു കുടുംബജീവൻ തന്ന്, കഴിഞ്ഞ 31 വർഷത്തോളമായി സ്വർഗതുല്യമായൊരു കുടുംബജീവിതം തന്ന്, മക്കളോടും മാതാപിതാക്കളോടും കൊച്ചുമോനോടും ചേർന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്വർഗീയ കുടുംബജീവൻ നയിക്കുവാൻ കൃപ തന്ന കർത്താവിനെ ഞാൻ ഓർക്കാറുണ്ട്. നിസ്സാരതയിൽ നിന്നും ഒരു കമ്പനിയുടെ ഡയറക്ടറായിട്ട് 37 വർഷം ജോലി ചെയ്യുവാൻ എനിക്ക് കൃപ തന്ന യേശു. ഇന്നും ഞാൻ അതേ കമ്പനിയിൽ, എൻ്റെ സഹോദരൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നിസ്സാരതയിൽ ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ ദുഃഖങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ സങ്കടങ്ങൾ അറിയുന്ന ഒരു ദൈവമുണ്ട്. നിങ്ങൾ അനാഥരല്ല. നിങ്ങൾ യേശുവിൻ്റെ സ്നേഹത്തിൽ കരയൂ, യേശുവിൻ്റെ സ്നേഹത്തിൽ പ്രാർത്ഥിക്കൂ. നാം എന്താണ് വായിച്ചത്? ലൂക്കോസ് 5:3. യേശു പടകിലിരുന്നു പുരുഷാരത്തെ ഉപദേശിച്ചു. യേശു നമ്മുടെ ജീവിതമാകുന്ന പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിക്കണമെങ്കിൽ, കർത്താവ് നമ്മിലിറങ്ങി നിന്ന് കർത്താവിന് ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നാം യേശുവിന് വേണ്ടി പടവ് വിട്ടുകൊടുക്കണം. കർത്താവിന് സ്തോത്രം. കരയിൽ നിന്ന് അല്പം മാറ്റണമെന്ന് കർത്താവ് പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ വചനപ്രകാരം അനുസരിച്ചു. പ്രിയമകനെ, പ്രിയമകളെ, നിന്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് തടസ്സം നീ വചനമനുസരിക്കാത്തതുകൊണ്ടാണ്. മകനെ, നിന്റെ മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹം വരാതിരിക്കാൻ കാരണം വചനമനുസരിക്കാത്തതുകൊണ്ടാണ്. ഒരുപക്ഷെ വചനമനുസരിക്കുന്നവരുടെ ജീവിതത്തിലും കടബാധ്യതകൾ വരാം, ഞെരുക്കങ്ങൾ വരാം, രോഗങ്ങൾ വരാം. എന്നാൽ വ്യത്യാസമുണ്ട്. അവർക്ക് നീക്കുപോക്കും പോക്കുവഴിയും കർത്താവ് കൊടുക്കും. കർത്താവിന് സ്തോത്രം. നീക്കുപോക്ക് കൊടുക്കും. കടബാധ്യത അവർക്കുമുണ്ട്, പക്ഷെ പോക്കുവഴി കൊടുക്കും. അവർക്കും രോഗമുണ്ട്, കർത്താവ് അവരെ സഹായിക്കും. എന്നെ താങ്ങുന്നവരോടുകൂടി യഹോവ എൻ്റെ പക്ഷത്തുണ്ട്. അതേ, നമ്മോട് കൂടെ ഇരിക്കുന്ന ദൈവം, നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവം, നിത്യസ്നേഹമായ ക്രിസ്തു, ആ സ്നേഹമുള്ള കണ്ണുകൾ നമ്മെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് യേശുവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ജീവിതം കൊടുക്കൂ. നിങ്ങളുടെ ഭാവി ധന്യമാകും. നിങ്ങളുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. നിത്യസ്വർഗത്തിൻ്റെ അവകാശം നിങ്ങൾക്ക് ലഭിക്കും. അതിന് കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ പ്രെയർ വാരിയേഴ്സ് ടീമും ഞങ്ങളുടെ പ്രെയർ ഡെസ്കും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്യും. കർത്താവ് അതിനിടയാക്കട്ടെ. ദൈവം നിങ്ങളെ നിറപടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.